നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ പ്രസ് മീറ്റിനെ പറ്റിയാണ് കേട്ടോ ഇന്നത്തെ വാർത്ത. സത്യത്തില് ഈ വി ഡി സതീശിന്റെ ഓരോ വാർത്താ സമ്മേളനം കാണുമ്പോഴും എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ യു ഡി എഫിനോട്, യു ഡി എഫ് സർക്കാരിനോട് ഈ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലുമൊക്കെ ദേഷ്യമുണ്ടോന്ന്. കാരണം ഈ രീതിയിലാണ് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും 5 വർഷത്തിനുള്ളിൽ തന്നെ ഈ പാർട്ടി തവിട്ട് പൊടിയാകും. 5 വർഷത്തിന് ശേഷം ഇവിടെ കോൺഗ്രസ് ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ സാധ്യത വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഒരു തുടർഭരണ സാധ്യതയെ പറ്റിയൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. മറ്റൊരു കാര്യം കൂടി പറയാം. ഈ മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ നുണയെയും യൂട്ടേൺ അടികളെ പറ്റിയൊക്കെ പറയുമ്പോൾ പലപ്പോഴും പല സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ ഈ കോൺഗ്രസ് സൈബർ സംഘങ്ങളൊക്കെ കുറിച്ച് കാണുന്ന ചില കമന്റുകൾ ഉണ്ട് കേട്ടോ. ഈ അടിമകൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ചില ആളുകൾ അവർ പറയുന്നത് ഇങ്ങനെയാണ്: എന്തിനാണ് വി ഡി സതീശനെ ഇങ്ങനെ വിമർശിക്കുന്നത്? നിങ്ങളെ ജനങ്ങൾ തോപ്പിച്ച് വീട്ടിലിരുത്തിയതല്ലേ, ആകെ 35 സീറ്റല്ലേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. സത്യത്തിൽ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് പറയട്ടെ. ഈ കണക്കിനാണ് വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ 35 സീറ്റ് പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടം അത് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾ ഏത് രീതിയിലുള്ള വിധിയെഴുത്താകും 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് നൽകാൻ പോവുകയെന്ന് ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ നുണകളിൽ വീണ ജനം ഇപ്പൊ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന കാഴ്ച കാണുകയാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ആയ ശേഷം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ഈ പ്രളയക്കെടുതിയിൽ പോലും എന്താണ് ജനങ്ങൾ പറയുന്നത്? ഞങ്ങൾക്ക് അബദ്ധം സംഭവിച്ചു എന്നാണ് പറയുന്നത്. നല്ല ഒന്നാന്തരം ഒരു സർക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, നല്ല ഒന്നാന്തരം ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നത്തെ വാർത്താ സമ്മേളനം നടക്കുന്നത്. സത്യം പറഞ്ഞ ഒരു നുണ പറഞ്ഞ് അടുത്ത വാർത്താ സമ്മേളനത്തിൽ ആ നുണ പൊളിക്കുന്ന, ഞാൻ അന്ന് പറഞ്ഞത് ഒരു നുണയായിരുന്നേ എന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ആദ്യമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിണറായി വിജയനൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓരോ വാർത്താ സമ്മേളനവും പ്രതിപക്ഷ നേതാവിന്റെ ഓരോ നുണയും പൊളിച്ചടക്കുന്ന വാർത്താ സമ്മേളനമായിരുന്നു. ഇത് സ്വന്തം നുണ തന്നെ പൊളിക്കാൻ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു മുഖ്യമന്ത്രി ആദ്യമായിട്ട് കാണുകയാണ്. ഇന്ന് തന്നെ ഏറെ അതിശയിപ്പിച്ച ഒരു കാര്യം, ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ അമ്മായിപ്പനെ കാണാൻ പോയ കാര്യം എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ ഈ ഹെലികോപ്റ്റർ പണ്ട് പിണറായി വിജയൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയാണ്? അതായത് ഇവിടെ പ്രളയക്കെടുതിയൊക്കെ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ അവയവദാന ഈ പറയുന്ന മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ നടക്കുന്ന സമയത്തൊക്കെയാണ് ഈ പറയുന്ന ഹെലികോപ്റ്റർ വിട്ടുകൊടുത്തിരുന്നത് അല്ലെ. അല്ലാതെ സ്വന്തം ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അമ്മായിപ്പനെ കാണാൻ പോകാനൊന്നും നമ്മുടെ പിണറായി വിജയൻ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അന്ന് വാടകയ്ക്കെടുത്ത് ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് പോലും വിമർശനം ഉന്നയിച്ച വ്യക്തിയായിരുന്നു വി ഡി സതീശൻ. അങ്ങനെ ആ വി ഡി സതീശൻ സ്വന്തം അമ്മായിപ്പനെ കാണാൻ വേണ്ടി കൊച്ചിയിലേക്ക് ഹെലികോപ്റ്ററിൽ 2 പ്രാവശ്യം പോയി എന്നാണ് കേട്ടത്. ചെന്നു, ഒരു പ്രാവശ്യം പോയിട്ട് കാണാൻ പറ്റിയില്ല, അങ്ങനെ മടക്കി ഈ പറയുന്ന പോലെ ഈ പോക്കലിലാക്കി വീണ്ടും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്ക് പോയി. ശേഷം വീണ്ടും അതങ്ങ് വീണ്ടും തുറന്നു, കൊച്ചിയിലേക്ക് വീണ്ടും പോയി. അങ്ങനെ അമ്മായിപ്പനെ കണ്ടു, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, ജനങ്ങൾ അറിഞ്ഞു, വിമർശനം ഉയരാൻ തുടങ്ങി, മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിനെ കാണാൻ വേണ്ടി പോയതാണ്, തമിഴ്നാട് സർക്കാർ കണ്ടു, അപ്പൊ നമ്മൾ കണ്ടില്ലേ, മോശമല്ലേ, അതുകൊണ്ടാണ് ഞാൻ അവരെ കാണാൻ വേണ്ടിയാണ് ഹെലികോപ്റ്ററിൽ പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോ ഈ പറയുന്ന സൈബർ ഇടത്തെ ഈ അടിമകളൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ ഇവരുടെ മെയിൻ പരിപാടി ന്യായീകരിക്കലാണല്ലോ. ന്യായീകരിക്കുന്ന ആൾക്കാർ ഇതൊക്കെ ഇട്ടിങ് സെൻഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറയുകയാണ്, കൊച്ചിയിലേക്ക് പോകുന്ന വഴി അവരെ കണ്ടു എന്നാണ് പറയുന്നത്. അവരെ കാണാൻ വേണ്ടി പോയതല്ല, കൊച്ചിയിലേക്ക് പോകുന്ന വഴിക്ക് അവരെ കണ്ടു, ഇൻവെസ്റ്റേഴ്സ് ഗ്രൂപ്പിനെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അല്ല CM അന്ന് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അവരെ കാണാൻ വേണ്ടി പോയി എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പണി പാളിയെന്ന് കണ്ട വി ഡി സതീശൻ നടത്തിയ ഈ പ്രതികരണം നമുക്കൊന്ന് ആദ്യം കാണാം. കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൊച്ചിയിലേക്ക് പോയത് ഇൻവെസ്റ്റേഴ്സിനെ കാണാനെന്നാണ്. എന്ന് പറഞ്ഞത് കൊച്ചിയിൽ പോകുമ്പോൾ അവരെ കണ്ടു എന്നാണ്. ഇത് ഏതാണ്? ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാണ്. ഇനി നോ കണ്ടല്ലോ, വീണെടുത്ത് കിടന്ന് ഉരുളുകയാണെന്ന് തോന്നുകയേ ഇല്ല അല്ലെ. വല്ലാത്തൊരു സംഭവം തന്നെ. ജാങ്കോ ഞാൻ പെട്ടുട്ടാ എന്ന രീതിയിലാണ് നമ്മുടെ വി ഡി സതീശന്റെ പ്രതികരണം. ആ നേരത്തെ മാനറിസം, ബോഡി ലാംഗ്വേജ് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ കിടന്നിട്ട് ഉരുണ്ട് മെഴുകുകയാണ് അവിടെ കിടന്നിട്ട്. ഇതിനെയാണ് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറയുന്നത്. എന്തോ ആകട്ടെ, ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. മൂപ്പര് ആദ്യം ഒരു നുണ പറയും, ആ നുണ മൂപ്പര് തന്നെ പൊളിക്കും. അതുകൊണ്ട് പ്രതിപക്ഷത്തിന് പണി ഈസി ആയി എന്നുള്ളതാണ്. ഇനി പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വിജിലൻസ് വി ഡി സതീശൻ നല്ലവനായി ഉണ്ണിയാണെന്ന് പറഞ്ഞൊരു ക്ലീൻ ചീറ്റ് കൊടുത്തല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നിന്ന് സ്വയം ഇങ്ങനെ പൊട്ടിയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വി ഡി സതീശൻ. അപ്പൊ വി ഡി സതീശൻ ഇങ്ങനെ പൊട്ടിയിട്ടുകൊണ്ടിരിക്കുന്നിടയിൽ മാധ്യമപ്രവർത്തകർ കുറെ നേരമൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു. ശേഷം ഒരു ചോദ്യം ചോദിച്ചു, അല്ല CM ഈ എത്ര രൂപ ഈ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് കിട്ടി
എത്ര പേർക്ക് കൊടുത്തു എന്ന് ചോദിച്ചു. കുറെ നേരം മൂപ്പര് ഇതിനെപ്പറ്റി ഒന്നും ഇങ്ങനെ സ്വയം ബിൽഡപ്പ് ഒക്കെ നടത്തി ഇങ്ങനെ വരികയായിരുന്നു. ആ നേരത്തെ ആ ചോദ്യം കേട്ടതും നമ്മുടെ സതീശന്റെ കയ്യിൽ നിന്ന് പോയി. സതീശൻ പറഞ്ഞ മറുപടി ഒന്ന് കേട്ടോളൂ കേട്ടോ. അതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്, അതെല്ലാം ഉണ്ട്, അതെല്ലാം വിജിലൻസിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. പിന്നെ വി ഡി സതീശന്റെ സർക്കാർ ഭരിക്കുമ്പോൾ സതീശന് ക്ലീൻ ചീറ്റ് കൊടുക്കാതെ സതീശൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞ് ഈ പറയുന്ന വിജിലൻസ് ഒരു ഒരു ഇത് കൊടുക്കുമോ, റിപ്പോർട്ട് കൊടുക്കുമോ എന്നും ആകട്ടെ. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാം. എങ്ങനെയാണ് മുഖ്യമന്ത്രി എത്ര രൂപ കിട്ടിയെന്നും എത്ര രൂപ ചിലവഴിച്ചു എന്നും എത്ര വീടുകൾ എവിടെ പണിതു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അതൊന്നും വെളിപ്പെടുത്താത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അതായത് ഒരു മുട്ടുസൂചി കൊടുത്താൽ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു മുട്ടായി മേടിച്ച് ഒരു കൊച്ചിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് റീൽസ് എടുത്ത് നീലക്കുയിലിൽ കൊടുക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്തത്? ഇതൊക്കെ വിജിലൻസിന് കൊടുത്തിട്ടുണ്ട്, അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതൊക്കെ ജനങ്ങൾക്ക് പറയണ്ടേ? മിസ്റ്റർ മുഖ്യമന്ത്രി, നിങ്ങൾ ആ സീറ്റിൽ പോയി ഇരുത്തിയിരിക്കുന്നത്, നിങ്ങളെ ജയിപ്പിച്ചു വിട്ടത് ഈ നാട്ടിലെ ജനങ്ങളല്ലേ? അവർക്കല്ലേ ഈ കാര്യത്തിന്റെ സുതാര്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടത്. അപ്പൊ എന്താണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ എന്താ ഇത്ര വീടുകളൊക്കെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, ഇത്തരം പൈസ കിട്ടി, ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന് പറയാനുള്ള ബാധ്യതയില്ല. എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? അങ്ങനെ അദ്ദേഹം പറയാത്തത് കൊണ്ടാണല്ലോ ഈ പറയുന്ന അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെയോ അറിയാലോ ഉടായ്പ് കാണിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അത് പറയാത്തിടത്തോളം കാലം നമുക്കും സംശയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? മുഖ്യമന്ത്രി ഇന്നിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ നമ്മുടെ ആ വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ഉണ്ടല്ലോ, ആ മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടു കാണും. ആ കുട്ടിയുടെ അച്ഛനെ, ആ ജോണേട്ടനെ 5 ദിവസമായിട്ട് അന്വേഷിച്ചിട്ട് ഇതുമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ആ കുടുംബം പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ആകുമായിരുന്നോ? മുഖ്യമന്ത്രി അമ്മായിപ്പനെ കാണാൻ വേണ്ടി ഹെലികോപ്റ്ററിലൊക്കെ പോയല്ലോ, അപ്പോൾ ഒരു ജീവന്റെ വില അദ്ദേഹത്തിന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണും. അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോൾ എനിക്ക് അത്ര വലിയ തൃപ്തി തോന്നിയില്ല കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും അല്ല ഒരു മുഖ്യമന്ത്രി പ്രതികരിക്കേണ്ടത് എന്നുള്ളതാണ്. സത്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വി ഡി സതീശൻ ഒരു അമ്പേ പരാജയമായി മാറുന്ന കാഴ്ച കാണുമ്പോൾ ഈ UDF സർക്കാരിൽ നിന്ന് നമ്മളിതൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്നുള്ള കാര്യം ഞാൻ തുടക്കം തന്നെ പറയട്ടെ. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഭരണമാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ എന്ത് ചോദിച്ചാലും കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാർ അങ്ങനെ ചെയ്തില്ലേ, കഴിഞ്ഞ സർക്കാർ ഇങ്ങനെയല്ലേ ചെയ്തെന്നുള്ള മറുപടികളൊക്കെയാണ് ഓരോ ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകർക്ക് വി ഡി സതീശൻ കൊടുക്കുന്നത്. അല്ല, ഈ കഴിഞ്ഞ സർക്കാർ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് പറയാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു പുതിയ സർക്കാർ? അവർ തന്നെ തുടർന്ന് ഭരിച്ചാൽ പോരെ? അപ്പോൾ എന്ത് പറഞ്ഞാലും കഴിഞ്ഞ സർക്കാരിനെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്ന ആ ഒരു ശൈലി അത്ര നല്ലതല്ല എന്ന് ഞാൻ മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഇപ്പൊ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരെയൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കാൻ ക്യാമറകൾ ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരികയാണ്. മാത്രമല്ല, മുഖ്യമന്ത്രിയെ വിമർശിച്ച് ആരെങ്കിലും പോസ്റ്റ് ഇട്ടാൽ, കമന്റ് ഇട്ടാൽ ഇപ്പോൾ അവർക്കെതിരെ കേസ് വരെ എടുക്കുകയാണ്. എന്ത് ഫാസിസ്റ്റ് ഭരണമാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്? അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കേരളമായി നമ്മുടെ കേരളം മാറ്റുകയാണോ വി ഡി സതീശൻ? മാത്രമല്ല കേട്ടോ, ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തുള്ള ആ ഒരു ബോഡി ലാംഗ്വേജും പ്രതികരണ ശൈലിയും ഒക്കെ കാണുമ്പോൾ പ്രതിപക്ഷത്തിരുന്ന വി ഡി സതീശൻ തന്നെയല്ലേ ഇതെന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവുകയാണ്. അധികാരം കിട്ടുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? എബ്രഹാം ലിങ്കൻ പറഞ്ഞതുപോലെ ഒരാളുടെ തനി സ്വഭാവം അറിയണമെങ്കിൽ അയാൾക്ക് അധികാരം കൊടുത്തു നോക്കൂ എന്ന് പറഞ്ഞത് എത്ര കറക്റ്റ് ആണ് വി ഡി സതീശന്റെ കാര്യത്തിൽ നിന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ വി ഡി സതീശന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ പറ്റി പറയുകയാണെങ്കിൽ സ്വയം തന്റെ വാർത്താ സമ്മേളനം ഒരു ബൂമറാങ്ങായി മാറി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി വി ഡി സതീശനെ ന്യായീകരിക്കുന്ന സൈബർ അടിമകളോട് പറയാനുള്ള ഒരു കാര്യം ഒന്നാണ്, നിങ്ങൾ ന്യായീകരിക്കുന്നതോറും ഇല്ലാതാകുന്നത് നിങ്ങളുടെ പാർട്ടിയാണെന്ന് മറന്നു പോകരുത്. പിന്നെ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം, ഈ രീതിയിലാണ് പോക്കെങ്കിൽ പ്രതിപക്ഷത്തിന് പണി ഈസിയായി. നിങ്ങൾ ഒന്നും മിണ്ടണ്ട മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. മൂപ്പര് തന്നെ സ്വയം കുഴി കുഴിച്ചോളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.